നമസ്കാരമുണ്ട്. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ മട്ടോവ തൈകളാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. മട്ടോവ തൈകൾ നമുക്ക് ധാരാളം കിട്ടിയിട്ടുണ്ട്. ധാരാളം എന്ന് വെച്ചാൽ കണ്ടമാനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കവറാക്കുന്ന ഒരു വീഡിയോ ആണ്. നല്ല ഇനം മട്ടോവൻ തന്നെയാണ്. ഇപ്പം ഞാൻ അതിന് എടുക്കുന്നത് 10-12 കവറാണ്. ഈ കവറിലേക്കാണ് ഞാൻ ഈ മട്ടോവ പോട്ടി മിക്സിയിലാക്കി തൈ നടുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, അതുപോലെ നമ്മളെ ചാനൽ കയറി ഒന്ന് ലൈക്ക് ചെയ്യുക, വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമ്മൾ ഇപ്പം ഞാൻ 10-12 ചെയ്യുന്നുണ്ട്, 10-8 ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കവറ് 2 ഐറ്റമാണ്. ഒരു ഐറ്റം ഇതിൻ്റെ അത് തികയൂല. അപ്പോൾ ഇത് 8-10 8-10 കവറിൽ. ഇപ്പോൾ നമ്മൾ പോട്ടി മിക്സ്, ചകിരിച്ചോറ്, മേൽമണ്ണ്, ചാണകപ്പൊടി, കരിയിലകൾ, ഈ ചെറിയ കരിയിലകൾ ഉണ്ടല്ലോ, അതെല്ലാം കൂടി മിക്സ് ചെയ്ത് വെള്ളം നനച്ചിട്ടതാണ് ഒരു ദിവസം മുമ്പ് കേട്ടോ. എന്നാലാണ് ഇത് സീറ്റിംഗ് ആവണം ശരിക്ക്. എന്നിട്ട് ഇതുപോലെ നമ്മളത് കവറാക്കുക നല്ല രീതിയിൽ. എന്ന് വെച്ചാൽ ഒരു മണ്ണ് മാത്രമാകുമ്പോൾ അടഞ്ഞു കിടക്കും. കാരണം വെള്ളം നനക്കുന്നതിന് വെച്ചാൽ അങ്ങനെ ടമ്പറായിട്ട് കിടക്കും. ഇത്രയും കാര്യങ്ങൾ ഉണ്ടാവുമെന്ന് വെച്ചാൽ മണ്ണ് നല്ല ലൂസായിട്ട് തന്നെ കിടക്കുന്നതിനനുസരിച്ച് ഈ വെക്കുന്ന പ്ലാന്റിൻ്റെ വേര് നല്ല രീതിയിൽ പിടുത്തം കിട്ടും. എന്നതിന് ശേഷം നമ്മളിത് ഇങ്ങനെ മണ്ണ് നിറച്ചിട്ട് നമ്മളെ മട്ടോവിൻ്റെ പ്ലാന്റ് നല്ല വേര് പിടിച്ച തൈ, നല്ല വേര് പിടിച്ച തൈകളാണ്. ഇതുപോലെ നമ്മൾ സെൻറ്ററാക്കിയിട്ട്, ആ കവറിൻ്റെ സെൻറ്ററാക്കിയിട്ട് പോട്ടി മിക്സ് വീണ്ടും ഇതുപോലെ കയറ്റി കൊടുക്കുക. ഈ കവറിലെ പോട്ടി മിക്സ് നമ്മളൊരു 1/4 ഭാഗം ഇട്ടതിൻ്റെ ശേഷമാണ് പ്ലാന്റ് വെക്കണം. കാരണം ആ 1/4 ഭാഗത്തേക്ക് ഇതിൻ്റെ ഇത് ശരിക്കിറങ്ങും, വേര് ശരിക്കിറങ്ങും. അപ്പോൾ നമ്മൾ നിറച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഒന്ന് സീറ്റിംഗ് ആക്കുക. ഒന്ന് കവറ് എടുത്തിട്ട് ഒന്ന് എടുത്തിട്ട് ശരിക്ക് സീറ്റിംഗ് ആക്കണം. അതെന്തിനാന്ന് ചോദിച്ചാൽ ശരിക്കും കവറ് പോട്ടി മിക്സ് ഫില്ലാകാൻ വേണ്ടിയിട്ടാണ്. നമ്മളിങ്ങനെ ചൊളിഞ്ഞ് ഇതായി നിൽക്കൂല. അപ്പം ഇതുപോലെ നമ്മൾ കണ്ടില്ലേ, കവറ് നല്ല ഫില്ലായിട്ട് കിടക്കുന്നുണ്ടില്ലേ. കാരണം ഇങ്ങനെ ചെയ്യണം. അല്ല നമ്മൾ തരികിട പരിപാടി ചെയ്യരുത്. കാരണം അത് നമ്മൾ കുറേ ഒരു 4 ദിവസം നനച്ച് കഴിഞ്ഞാൽ മണ്ണ് ഇങ്ങനെ ഏതെങ്കിലും ഒരു സൈഡിലേക്കൊക്കെ മാറി നിന്ന് കവറെല്ലാം മടങ്ങി കിടന്ന് അങ്ങനെ ഒരു വൃത്തിയില്ലാത്ത രൂപത്തിലാവും. അപ്പോൾ ഇങ്ങനെ 1/4 ഭാഗം മണ്ണിട്ടൊന്ന് അടിച്ച് ഫില്ലാക്കി പ്ലാന്റ് വെച്ച് ഒന്നും കൂടെ ഒന്നിങ്ങനെ ഒന്ന് ഇട്ട് കവർ സൈസ് ഒന്ന് ഇട്ടിട്ട് ഒന്ന് ഫില്ലാക്കിയാൽ നല്ല ഇതാവും. കാരണം ഞാനത് ഒന്നും കൂടെ എന്താ പറയുക കാണിച്ചു തരാം. അതായത് ശരിക്ക് നമ്മൾ ഈ കവറ് ഇങ്ങനെ ചുളിവ് വരാൻ പാടില്ല, ചുളിഞ്ഞ് നിൽക്കരുത്. അങ്ങനെ ശരിക്ക് കറക്റ്റ് ഫില്ലായിട്ട് സ്റ്റഡിയിൽ പ്ലാന്റ് നിൽക്കണം, സ്റ്റഡിയിൽ കവർ നിൽക്കണം. അതാണ് നമ്മളെ നഴ്സറികളിൽ പ്ലാന്റുകളൊക്കെ നല്ല ഭംഗിയിൽ, വൃത്തിയിൽ, നല്ല ആരോഗ്യത്തിൽ നിൽക്കുന്നതിൻ്റെയും ഒരു കാരണം അത് തന്നെയാണ് ശരിക്കും. ഇപ്പോൾ നമ്മളെ മട്ടോവൻ്റെ പ്ലാന്റ് കംപ്ലീറ്റ് കവറാക്കിയിട്ടുണ്ട്. ഇതുപോലെ 10-12 സൈസ് കവറിൽ ഞാൻ ഏകദേശം ആക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇവിടെ എന്താ വെച്ചാൽ മരത്തിൻ്റെ ചോട, കാരണം വെയിൽ ഡയറക്റ്റ് അടിക്കാതെ, കാരണം നമ്മൾ പറിച്ചു കൊടുക്കണം. ചെറിയ കവറിൽ നിന്ന് ഇതിലേക്ക് മാറ്റിയതല്ല, കാരണം നിലത്ത് നിന്ന് നേരിട്ട് പറിച്ചെടുത്തത് കൊണ്ട് തന്നെ അത് വേര് മാത്രമാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അത് കവറിലാക്കുക. അതുപോലെ കവറിലാക്കിയതിൻ്റെ ശേഷം ഇതുപോലെ മരങ്ങളുടെ തണലത്ത് കൊണ്ട് വെക്കുക. കാരണം കാറ്റും വെയിലും ഒന്ന് കാറ്റും വെളിച്ചം ഒന്ന് പാസ് ചെയ്ത് പോകണം. അപ്പം അങ്ങനെ ആവുമെന്ന് വെച്ചാൽ നമ്മൾ 2 നേരത്തെ നേരെ ചെറിയ അളവിൽ നന കൊടുക്കുക. ചെറിയ അളവിൽ നന കൊടുത്താൽ എന്താണെന്ന് വെച്ചാൽ ഈ ഫംഗസ് വന്നല്ലെങ്കിൽ അടി വേര് ചീഞ്ഞു പോവില്ല. അപ്പോൾ അത് ഒരു 15 മുതൽ 20 ദിവസം വരെ ഈ ഒരു ലെവലിൽ നമ്മൾ വെച്ച് ഏകദേശം പുതിയ തളിരുകൾ, ഇലകളൊക്കെ ഒന്ന് വന്നതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒരു വളം കൊടുക്കുക. ഒരു വളം കൊടുത്തിട്ട് എന്തെങ്കിലും സ്ലറി ഐറ്റംസോ അല്ലെങ്കിൽ ചാണകം, കപ്പലണ്ടി പിണ്ണാക്ക് അങ്ങനെയുള്ള ഐറ്റംസ് ഒന്ന് കലക്കിയിട്ട് സ്ലറി ആയിട്ട് കൊടുക്കുക. ഏറ്റവും ബെറ്റർ, അതിന് പെട്ടെന്ന് പിടിക്കാൻ അതാവും നല്ലത്. പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, അത് കുറച്ചൊരു വെയിൽ കിട്ടുന്ന ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ നല്ലൊരു നനയും കൊടുത്താൽ പെട്ടെന്ന് കീറി കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇത് 10-12 കുറച്ച് കവർ എണ്ണിയിട്ടില്ല, ഏകദേശം എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല, എണ്ണിയിട്ടില്ല. അതുപോലെ 8-10 കവറിലും ഞാൻ ചെയ്തിട്ടുണ്ട്, അതും ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മളെ 8-10 കവറിലാക്കി വെച്ചാണത്. ഇത് മതി. ഏകദേശം 8-10
ഏകദേശം 10-12 നമുക്കൊരു 20 ദിവസം കൊണ്ട് തന്നെ ഇതൊരു പുതിയ തൂമ്പിട്ട് തളിരായി എന്നതിന് ശേഷം നമ്മൾ ഒരു സ്ലറി വെള്ളം കൊടുത്താൽ മതി. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മട്ടോവ തൈകൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് തന്ന വ്യക്തി വലിയൊരു മനസ്സിൻ്റെ ഉടമയും കൂടിയാണ്. കാരണം നമുക്ക് അത്രമാത്രം തൈകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തൈകൾ കിട്ടിയാൽ ഓൺ ദ സ്പോട്ടിൽ നമ്മൾ ഇതുപോലെ പെട്ടെന്ന് കവറാക്കി വെച്ചാൽ നമുക്ക് എന്താ പറയുക, ഒരു ചെറിയ വിലക്ക് തന്നെ ആർക്കെങ്കിലുമൊക്കെ നമുക്ക് കൊടുക്കാനും പറ്റും. അപ്പോൾ നമ്മളെ വീഡിയോ മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മളെ ചാനൽ കയറി ഒന്ന് ലൈക്ക് ചെയ്യുക. മാക്സിമം നമ്മൾ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഇൻഷാ അല്ലാഹ്.